വീണ്ടും സ്വാഗതം. നമ്മളിപ്പം എത്തി നിൽക്കുന്നത് ഈ പറഞ്ഞ പോലെ അറിയപ്പെടാത്തൊരു സ്ഥലമൊന്നും അല്ല കേട്ടോ. സാധാരണ മെയിൻലി അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പം നമ്മളിപ്പോൾ ഉള്ളത് കാപ്പിമലയിലാണ്. ഓക്കെ, കാപ്പിമല കണ്ണൂർ ജില്ലയിലെ തന്നെ ആലക്കോടിനടുത്തുള്ള ഒരു സ്ഥലമാണ്. ആലക്കോട് നിന്ന് ഏകദേശം എനിക്ക് തോന്നുന്നത് 5-6 കിലോമീറ്ററേ ഉള്ളൂ. 5 കിലോമീറ്റർ ഇല്ല, നിയർലി ആ ഒരു ഇത്രയും സ്ഥലമുള്ളൂ. അപ്പം കാപ്പിമല ശരിക്കും പറഞ്ഞ ഒരു ഹൈ റേഞ്ച് ഏരിയയാണ്. ഓക്കെ, ഫുള്ള് എന്താ പറയുക, ഈ മലകളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു റേഞ്ചാണ്. അപ്പോൾ വെളുപ്പിന് വന്നിട്ടുണ്ടെങ്കിൽ നല്ല വ്യൂ ആയിരിക്കും. ഇപ്പം ഞാൻ വെളുപ്പിനൊന്നും അല്ല വന്നേക്കുന്നത്. ഈ പറഞ്ഞ പോലെ സമയം ഇപ്പം വെളുപ്പിനൊന്നും അല്ല, 8:30 ആയോ. അപ്പോൾ ഇവിടെ വന്നാൽ നല്ല വ്യൂ കിട്ടും നിങ്ങൾക്ക്. ഇവിടെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു വെള്ളച്ചാട്ടവും ഉണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ മലയിൽ പോയി ആ ഒരു വ്യൂ എല്ലാം കണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളച്ചാട്ടത്തിലോടും കൂടെ പോകാൻ പറ്റും. അപ്പോൾ ആ ഒരു എന്താ പറയുക, അപ്പോൾ അതിൻ്റെ കാഴ്ചകളുമായിട്ട് ഇന്ന് നമ്മൾ വന്നേക്കുന്നത്. അപ്പം ബാക്കി നേരെ കാഴ്ചകളിലേക്ക്. ഈ കാണുന്ന കുരിശുപള്ളിയാണ് നിങ്ങൾക്ക് അടയാളം. ഈ താഴേന്ന് വരുന്നതുണ്ടോ, താഴേന്ന് വരുന്ന ആ റോഡാണ് ആലക്കോട് നിന്ന് വരുന്ന റോഡ്. ഇവിടെ നിന്ന് നേരെ വളഞ്ഞ് ഇടത്തോട്ട് കയറി മുകളിലോട്ട് പോയാൽ നേരെ കാപ്പിമലയാണ് ആ റോഡ്. അപ്പം ആലക്കോട് നിന്ന് വന്ന് ഈ കുരിശുപള്ളി നിൽക്കുന്ന ഇവിടുന്ന് ഇങ്ങോട്ട് വന്നാൽ കുരിശുപള്ളീൻ്റെ അവിടെ നിന്ന് നേരെ തിരിയാണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ വാട്ടർഫാൾ റൂട്ട് കിട്ടും. ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് എനിക്കും അറിയത്തില്ല. കുറച്ച് ഓഫ് റോഡ് ഉണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടു. അപ്പം ഇവിടുത്തെ ഒരു ചെറിയൊരു കാഴ്ചയുണ്ട്. എനിക്ക് തോന്നുന്നത് ടോപ്പിലാണ് ഇതിൻ്റെ ഏറ്റവും നല്ലൊരു കാഴ്ച കിട്ടുന്നത്. എന്തായാലും വാട്ടർഫാൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ദൂരം എത്ര ഉണ്ടെന്നൊന്നും എനിക്കും അറിയത്തില്ല. കുറച്ച് ദൂരം ഉണ്ട്, പിന്നെ കുറച്ച് ഓഫ് റോഡ് പോലെ ഒരു അവസ്ഥയാണ്. വെള്ളം ഉണ്ടോയെന്നും കൂടെ അറിയത്തില്ല കേട്ടോ ഈ ഒരു സമയത്ത്. എന്തായാലും പോയി നോക്കാം. ഇപ്പോൾ 2 പേര് എന്നോട് വഴി ചോദിച്ചു. ഞാൻ പറഞ്ഞു റൂട്ട് ഇത് തന്നെയാണ്, ഞാനും ഇതുവരെ പോയിട്ടൊന്നുമില്ല, അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പം അവരെ മിക്കവാറും അവിടെ നിന്ന് കാണാം. പിന്നെ 2 സുഹൃത്തുക്കളുണ്ട്. അപ്പം നമുക്ക് മുകളിലോട്ട് പോകുമ്പോഴത്തേക്ക് എന്തായാലും അവരുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്കപ്പം നേരെ വെള്ളച്ചാട്ടത്തിന് അങ്ങോട്ട് പോയി നോക്കാം. അപ്പോൾ ആ റൂട്ട് കുറച്ചിങ്ങ് പോന്ന് കഴിയുമ്പം നിങ്ങൾക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 1 കിലോമീറ്റർ കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ വെള്ളച്ചാട്ടം കാണാം. കണ്ടോ, വെള്ളമൊന്നും ഇല്ല, ഇത്തിരിയും കാണ്ടുണ്ട്, ഒരു പൊടിക്കിങ്ങാണ്ടുണ്ട്. അതാണ് ശരിക്കും കാപ്പിമല വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയിപ്പം ഇവിടുന്ന് പോയി ആ ഒരു മലയിൽ കൂടെ ആ ഒരു മല കയറുന്നുണ്ടാവില്ല, പക്ഷേ അവിടുത്തെ ആ ഓഫ് റോഡാണെന്ന് പറഞ്ഞു കേട്ടത്. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ടാണ് പോകേണ്ടത്. ഈ റോട്ടിൽ കൂടെയാണ് മുമ്പോട്ട് പോകേണ്ടത്. ഇതിലെ കൂടെ എനിക്ക് തോന്നുന്നു ഇതിലെ കൂടെ എത്ര ദൂരം അറിയത്തില്ല. ഇത് ഇവിടെ തൊട്ട് ഓഫ് റോഡാണ് വഴി. നമുക്ക് എന്താ പറയുക, പോയി നോക്കാം എന്നൊക്കെ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ ഒരു വലിയൊരു ഓഫ് റോഡല്ല ഇവിടുന്ന്, പക്ഷേ കുറച്ചും കൂടി ഉള്ളിലോട്ട് എത്തുമ്പോൾ കുറച്ചും കൂടി നല്ല ഒരു ഓഫ് റോഡ് തന്നെയാണ്. അപ്പോൾ അവിടെ വരെ വണ്ടി പോവുള്ളൂ. അവിടെ വണ്ടി വെച്ച് നമുക്ക് പോകേണ്ടി വരും. ഒരു രക്ഷയില്ലാത്ത ഓഫ് റോഡാണ് കേട്ടോ. ഇതിൽ കൂടെയൊക്കെ എന്താ പറയുക, നോർമൽ വണ്ടിയൊക്കെ ഇറക്കിക്കൊണ്ട് വരുന്ന റിസ്ക്കാണ്. നല്ല ഓഫ് റോഡാണ് ശരിക്കും പറഞ്ഞാൽ, നല്ലൊരു ഓഫ് റോഡ് തന്നെയാണ്. പിന്നെ ഇടയ്ക്ക് വെച്ച് വരുന്ന വഴിക്ക് കുറേ വാട്ടർ ഫ്ലോ ഉണ്ട് ചെറിയ രീതി. അപ്പം ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഉള്ള ഒരു വഴി കൊണ്ടാകും. ഇതിൽ കൂടെ ഉള്ളിലോട്ട് പോകുമ്പോഴാണ് അവിടെയായിട്ടാണ് വാട്ടർഫാൾ വരുന്നത്. നിങ്ങൾക്ക് കണ്ടോ, അതാണ് വാട്ടർഫാൾ. അപ്പോൾ പോകുന്ന വഴിക്ക് ഇടയ്ക്കോടൊക്കെ ഒരുപാടുണ്ട്. ഇത് വണ്ടി എന്താ പറയുക, നോർമൽ വണ്ടിയൊക്കെ ഇറക്കിക്കൊണ്ട് വരാനും വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല. പക്ഷെ തിരിച്ച് കയറിക്കൊണ്ട് പോകാൻ ഒരു സംശയമാണ്. എന്താണെന്നൊരു പിടുത്തമില്ല. എന്തായാലും മുന്നോട്ട് തന്നെ നല്ല കട്ട ഓഫ് റോഡിങ് തന്നെയാണ്. ഓഫ് റോഡിങ് ഇഷ്ടപ്പെട്ട് വരുന്നവർക്കൊക്കെ ആണെങ്കിൽ നല്ലൊരു സ്പോട്ടാണ്. ഞാൻ വണ്ടി താഴെ വെച്ചു. എന്തായാലും ഈ പറഞ്ഞ പോലെ ഫുള്ള് ഓഫ് റോഡിങ് എന്ന് പറഞ്ഞാൽ പക്ക ഓഫ് റോഡിങ് ആണ്. നല്ല ഉരുളം കല്ലൊക്കെ തെറിച്ച് കിടപ്പുണ്ട്. ഇതിലെ കൂടെയൊക്കെ നമുക്ക് ഈ റൂട്ടൊക്കെ നമുക്ക് കയറ്റിക്കൊണ്ട് പോകാവുന്നേ ഉള്ളൂ. പക്ഷേ കുറച്ചും കൂടെ മുകളിലോട്ട് എത്തുമ്പം കയ്യിൽ നിന്ന് വണ്ടി കിട്ടൂലായിരിക്കും നോർമൽ വണ്ടിക്കാണെങ്കിൽ. അപ്പോൾ അതൊരു ഇതുണ്ട്. അതേപോലെ ഇത് തിരിച്ച് ഇറക്കിക്കൊണ്ട് വരുന്നതും ബുദ്ധിമുട്ടാവുകയുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ പക്ക ഫുൾ ഗിയർഡാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇത് കണ്ടോ റൂട്ട്, ആ ഒരു റൂട്ടാണ്. പക്ഷേ ഇതാണ് ഉരുളങ്ങളിൽ തെറിച്ച് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് പെട്ടെന്ന് സ്ലിപ്പറി ആയി പോകും. ഈവൻ നിങ്ങൾക്ക് ടയറിന് എത്ര ഗ്രിപ്പ് ഉണ്ടെന്ന് പറഞ്ഞാലും പിടിച്ച് കിട്ടണമെന്നില്ല. ഇല്ലെങ്കിൽ തള്ളി കൊടുക്കാനൊക്കെ ഒരാൾ വേണം. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, നോർമലാണെങ്കിൽ പൊക്കോളും. നിങ്ങൾ ഓഫ് റോഡിങ്ങിന് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് വെള്ളച്ചാട്ടം കാണാൻ വന്നില്ലെങ്കിലും ഇതിൽ ഓഫ് റോഡിങ്ങിന് വരണം. ഒരു രക്ഷയില്ലാത്തൊരു എന്താ പറയുക, ഒരു ട്രാക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു നാരോ ആണ്. താനും നല്ലൊരു കയറ്റമുണ്ട്. നല്ല ഓഫ് റോഡിങ് എന്ന് പറഞ്ഞാൽ നല്ല ഓഫ് റോഡിങ് ആണ്. ആ താഴത്തെ ആ ഉരുളങ്ങളിൽ ഇവൻ മുകളിലോട്ട് ഇത് നാരോ ആയി വരുവാണ്. വെള്ളച്ചാട്ടം അങ്ങ് മുകളിൽ കാണാം. എനിക്ക് തോന്നുന്നത് അതിനേക്കാളും ഹൈലൈറ്റ് എന്ന് പറയുന്നത്
ഈ ഒരു ഓഫ് റോഡിങ് തന്നെ ആയിരിക്കും എങ്ങനെ പോയാലും. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ. പിന്നെ ഓഫ് റോഡിങ്ങിനൊക്കെ വണ്ടി കൊണ്ട് വരുന്നവർ ഇതൊക്കെ ശ്രദ്ധിക്കണം. നാരോ പാസേജാണ്, അതേപോലെ ഒരു സൈഡേ ഉള്ളൂ, ഒരു സൈഡ് കുഴപ്പമില്ല. വ്യൂ ഒരു രക്ഷയില്ല. ഇത് നമ്മൾ താഴെ നിന്ന് വന്ന വഴിയാണ്. നമ്മൾ താഴെയാണ് വണ്ടി വെച്ചേക്കുന്നത്. അവിടുന്ന് ഈ റൂട്ടാണ് ഓഫ് റോഡിങ് വണ്ടി. എനിക്കിപ്പോൾ അത് പറയാണ്ടിരിക്കാൻ പറ്റുന്നില്ല, കാരണം ഇത് അത്രയും നല്ല ഇതാണ്. ശരിക്കും ഓഫ് റോഡിങ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ വഴി ശരിക്കും തിരഞ്ഞെടുക്കാം. രാവിലെ ആയതുകൊണ്ടാണ് കുറച്ച് കയറിയപ്പം തന്നെ കിതച്ചു. അപ്പം ഈ ഒരു ദൂരമേ ഉള്ളൂ, ഇവിടം വരെ ഉള്ളൂ. ഇത് തന്നെയാണ് വെള്ളച്ചാട്ടം. വെള്ളം കുറച്ചുണ്ട്. ഈ പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പൊടിക്കെങ്ങാനും ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ കുറച്ചുണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ. നല്ല ക്യൂട്ട് വ്യൂ. എനിക്ക് തോന്നുന്നു നല്ലൊരു മഴക്കാലമൊക്കെ ആണെങ്കിൽ നല്ല വെള്ളച്ചാട്ടമുണ്ട്. ഇവിടുന്ന് ഞാൻ ഫോട്ടോസ് കണ്ടിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഫോട്ടോ കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പം മഴക്കാലമൊക്കെ ആണെങ്കിൽ നല്ല വെള്ളച്ചാട്ടമാണ്. കാരണം നല്ല ഹൈറ്റ് ഉണ്ട് ഇതിന്. നോർമലി ഇവിടെ അടുത്തുള്ള ഒരു വെള്ളച്ചാട്ടത്തിനെ അപേക്ഷിച്ച് എനിക്ക് തോന്നുന്നു ഇതിന് നല്ല ഹൈറ്റ് ഉണ്ട്. അപ്പം അത്ര ഹൈറ്റിൽ നിന്ന് വരുമ്പോൾ നല്ല ഫോഴ്സും ഉണ്ടാവും. തൊട്ട് താഴെ ചെറിയൊരു കുണ്ട് പോലെയാണ്, അവിടെ കുളിക്കാൻ പറ്റുന്നതാണ് അവന്. പക്ഷേ നമുക്ക് ആഴ്ച അറിയത്തില്ല. അപ്പം ഇറങ്ങിയോട് ചോദിക്കണം. ഇപ്പം ഞാൻ വെളുപ്പം ആ കാലത്ത് ഞാൻ അങ്ങോട്ട് ഇറങ്ങണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. ഇവിടുന്ന് ക്യൂട്ട് വ്യൂ ആണ്. ഇതുണ്ടോ, ഫുള്ള് ആ കാണുന്ന ഒരു ഹൈ റേഞ്ച് ഏരിയ. ഇത് ഈ മലയുടെ ആ ഒരു റേഞ്ചാണ് ശരിക്കും പറഞ്ഞാൽ കാപ്പിമലയുടെ ഹൈ റേഞ്ച്. ഈ നേരെ പോകുന്നത് പൈതൽമലയാണ്. ഇങ്ങോട്ട് ഈ നേരെ മുകളിലോട്ടുള്ളത് പൈതൽമലയാണ്. നമ്മൾ ആ വെള്ള വീട് കണ്ടില്ലേ, അവിടെ നിന്നാണ് നമ്മൾ വന്നത്. ആ ഒരു റൂട്ടിന് ആ സൈഡിൽ കൂടിയാണ് നമ്മൾ ഇങ്ങനെ കയറി ഇതിലേ വന്നത്. എന്തായാലും ഒരു രക്ഷയില്ലാത്ത വ്യൂവും നല്ല കിടു വെള്ളച്ചാട്ടവും. അവിടെ വന്നൊക്കെ ഇരിക്കാൻ നല്ല ഇതാണ്. പക്ഷെ അവിടെ ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നല്ലൊരു വ്യൂ കിട്ടും. അപ്പോൾ ആ ഒരു ഇത് ഇരുന്നാൽ മതി. പക്ഷേ എനിക്ക് തോന്നുന്നുണ്ട് ഇവിടെ രാവിലെ ഈ സമയത്തിപ്പം വന്നതുകൊണ്ട് ആൾ കുറവാണ്. ഇവിടെ ഏകദേശം ഉച്ച കഴിയുമ്പോഴത്തേക്കും ഒരുവിധം ആളാവും. ഇപ്പോൾ പിന്നെ വെള്ളം കുറഞ്ഞതുകൊണ്ട് കുറച്ച് കുറവുണ്ടാവും. ഇപ്പം നിലവിൽ ഒരു ഉച്ച കഴിഞ്ഞ് വൈകിട്ടത്തേക്കാണ് ഇവിടെ ആൾ വരുന്നത്. രാവിലെ വന്നാൽ ഭയങ്കര കാമാണ് കേട്ടോ. ഈ പറഞ്ഞ പോലെ ഫ്രണ്ടിൽ ആ ഒരു വ്യൂവും ഈ വെള്ളച്ചാട്ടം കൊണ്ട് ഈ പാറയിലൊക്കെ ഇവിടെയായിട്ട് ഇങ്ങനെ ഇരിക്കാം വരുന്നവർക്ക്. എന്തായാലും ഞാൻ ഫസ്റ്റ് ടൈമാണ്, ഞാനിത് കുറേ ഫോട്ടോസ് കണ്ടിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഇതിലാണ് ഞാൻ വന്നത്. ഞാൻ കാപ്പിമല ഒരുപാട് തവണ വന്നിട്ടുണ്ടെങ്കിലും വെള്ളച്ചാട്ടത്തിൽ ഇവിടെ വരുന്നത് ആദ്യമായിട്ടാണ്. എന്തായാലും സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താ പറയുക, ഇവിടെ അടുത്തൊക്കെ വരുന്നവർ അല്ലെങ്കിൽ കാപ്പിമല ഹൈ റേഞ്ച് ഇപ്പോൾ കുറച്ച് ഇതായി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ കാണാൻ വേണ്ടി വരുന്നവരുണ്ട്. അങ്ങനെ കാണാൻ വേണ്ടി വരുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വരിക. എന്തായാലും ഇനിയിപ്പോൾ വെള്ളം പറഞ്ഞ പോലെ ഇന്നലെ ഒരു 2 മഴ പെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു വെള്ളം കൂടിയാണ് ഇപ്പോൾ ഈ കാണുന്നത്. മഴയും കൂടെ നിന്ന് കഴിയുമ്പോഴത്തേക്കും കംപ്ലീറ്റ് വെള്ളം നിൽക്കും. അപ്പോൾ ഇപ്പോൾ ഈ അടുത്തെങ്ങാനൊക്കെ വരുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വരിക. എനിക്കത് നല്ല ഉഷാർ വ്യൂവും നല്ലൊരു കാഴ്ചയാണ്. ഇൻ കേസ് ഓഫ് റോഡിങ് ഞാൻ പക്ക റെക്കമെൻഡ് ചെയ്യുകയാണ്. പക്ഷേ ഒറ്റയ്ക്ക് വരരുത് ഓഫ് റോഡിങ്. കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഓഫ് റോഡിങ് എടുത്ത് അങ്ങനത്തെ ഒരു വണ്ടിയും കൊണ്ട്, അങ്ങനെ നോർമൽ വണ്ടിയും കൊണ്ട് വരുകയും ചെയ്യരുത്. സ്കൂട്ടി വെച്ചൊന്നും വരരുത്. ഒറ്റയ്ക്ക് വന്നാൽ ഹൈ ഡേഞ്ചറാണ്. കാരണം ഒരാളും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും റിസ്ക് ഫാക്ടർ ഭയങ്കര കുറയ്ക്കാൻ പറ്റും. കാരണം ഇല്ലെങ്കിൽ ഇച്ചിരി ടാസ്ക്കാണ്. ആ വഴിയും ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ കണ്ടു നിങ്ങൾക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പം അങ്ങനെ ഉദ്ദേശിച്ച് വരുന്നവർക്കും ഞാൻ ഈ എന്താ പറയുക കാപ്പിമല വെള്ളച്ചാട്ടം നല്ല കിടിലനായിട്ട് സജസ്റ്റ് ചെയ്യുക. നല്ല ഉഷാർ സ്ഥലമാണ്. അപ്പം ഓഫ് റോഡിങ് ആയിക്കോട്ടെ, വ്യൂ ആയിക്കോട്ടെ, വെള്ളച്ചാട്ടം ആയിക്കോട്ടെ, എല്ലാ രീതിയിലും നോക്കുമ്പോൾ പക്കയാണ്. അപ്പം ഇനിയിപ്പം ഇവിടെ നിന്നൊന്നുമില്ല, ഞാൻ താഴെയാണ് വണ്ടി വെച്ചേക്കുന്നത്. ഇനിയിപ്പം എല്ലാം കണ്ടു, ആദ്യമായിട്ട് വരുന്നതാണ്. ഇപ്പോൾ ഇവിടെ കുറച്ച് പിള്ളമാരുണ്ടായിരുന്നു വന്നപ്പം, അവരിപ്പോൾ അങ്ങോട്ട് ഇറങ്ങിയുള്ളൂ. ഞാനും ഇറങ്ങുവാണ്. ഇനിയിപ്പോൾ നേരെ താഴോട്ട് അവിടെ നിന്ന് നേരെ പുറത്ത് റോട്ടിൽ പിടിച്ച് അവിടെ നേരെ മലയിലോട്ട് കയറുകയാണ്. അപ്പം നമ്മൾ താഴെ ഇറങ്ങി. ഞാൻ വണ്ടി കുറച്ചുള്ളിലോട്ട് കൊണ്ടായിരുന്നു. അവിടുന്ന് ഞാൻ തിരിച്ചു വന്നു. ഇപ്പോൾ ഫാമിലി ഒരുപാട് വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് തളിപ്പറമ്പിൽ നിന്ന്, കണ്ണൂരിൽ നിന്നൊക്കെ ഫാമിലി. എനിക്ക് തോന്നുന്നു നിയർലി
ഒരു 15 മുകളിലുള്ള കുടുംബങ്ങളുള്ള ആൾക്കാർ പോയിട്ടുണ്ട് അങ്ങോട്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഫാമിലീസ് ഇപ്പോൾ തന്നെ ഞാൻ താഴോട്ട് ഇറങ്ങിയപ്പോൾ ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഇപ്പോൾ തന്നെ പുറത്തുനിന്നുള്ളവർ. എനിക്ക് തോന്നുന്നത് രാവിലെ തന്നെ. പക്ഷേ ഇപ്പം വെള്ളം കുറയുന്നുണ്ട്. ഇവിടെ വരുന്നവർക്കും കാപ്പിമല ഇങ്ങനെ ഒരു ഹൈ റേഞ്ച് ഉണ്ടെന്ന് അറിയത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോഴാണ് അവർ അറിയുന്നത്. അപ്പം ഇങ്ങനെ തീർച്ചയായിട്ടും വെള്ളച്ചാട്ടം എന്ന രീതിയിൽ കാണാൻ വരുന്നവർ മുകളിൽ ഹൈ റേഞ്ച് കാപ്പിമലയും കൂടെ പോകുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. അത്രയും കൂടെ വ്യൂ കിട്ടും എങ്ങനെയായാലും. അപ്പം ഓഫ് റോഡ് ഞാൻ പറഞ്ഞല്ലോ, എനിക്കിഷ്ടമാണ്. അപ്പം ആ രീതിയിൽ നമുക്ക് പറ്റുന്നത്ര നമുക്ക് നമ്മുടെ വണ്ടിയും കൂടെ നമുക്ക് അറിയാമല്ലോ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ പോകാവുള്ളൂ. ഒറ്റയ്ക്കാണെങ്കിൽ ഒരിക്കലും മുകളിലോട്ട് എടുക്കരുത്, മുകളിലോട്ട് എടുത്താൽ പണിയാവും. അപ്പം അതൊക്കെ ഉള്ളൂ. നമ്മൾ നേരെ താഴെ ഇറങ്ങി ഇനിയിപ്പം നമ്മൾ നേരെ വിടുവാണ്. ഇനിയിപ്പോൾ ഹൈ റേഞ്ചിലോട്ട് നമ്മൾ പോകുന്നുണ്ട്. എന്തായാലും ഇതിനകത്തുണ്ടാവില്ല, വീഡിയോയിലുണ്ടാവില്ല. അപ്പോൾ അടുത്ത് ഇതിൽ ഹൈ റേഞ്ചിൻ്റെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ അതുവരെ ബൈ.